വെൽക്കം ടു ട്രൈഡു. പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. അനാലിസിസ് നടത്തുന്ന സമയത്ത് ഏറെക്കുറെ മാർക്കറ്റ് ഈ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് പറഞ്ഞിരുന്നത് ഈ ലെവലായിരുന്നു, അതായത് ഈ വരച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈൻ ആയിരുന്നു. ആ ലൈനിൽ നിന്ന് കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു. ആ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അനാലിസിസ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ 100% സക്സസ്ഫുൾ ആയ ഒരു അനാലിസിസ് തന്നെയായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. നമ്മുടെ ചാർട്ടിൽ എടുക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ഓൾ ടൈം ഹൈക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം വലിയ രീതിയിലുള്ള പ്രഷർ മുകളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രഷർ തന്നിട്ട് താഴോട്ടേക്ക് വന്ന് വീണ്ടും നല്ല രീതിയിൽ താഴോട്ടേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ടാണ് ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. എനിവേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഒരുപക്ഷെ ഇന്ന് ഇത് എത്രത്തോളം ഇറങ്ങുമോ എന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയും കൂടിയാണ് ഇപ്പൊ ഈ വരച്ചിരിക്കുന്നത്. അതും നമുക്ക് മാർക്ക് ചെയ്തിടാം. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയും കൂടി നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവർ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് സപ്പോർട്ട് താഴെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ സപ്പോർട്ടിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 100,674 ആൻഡ് 99,641 ആണ്. അതുപോലെ രണ്ടാമത്തെ സപ്പോർട്ടിന്റെ വരുന്നത് 100,03,120 ആൻഡ് 100,02,017 ആൻഡ് മൂന്നാമത്തെ വരുന്നത് 105,341 ആൻഡ് 104,256. പിന്നെ റെസിസ്റ്റൻസിലേക്ക് വരികയാണെങ്കിൽ 106,805, 107,614, 109,268, 108,286. അതുപോലെ ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 111,076, 110,129 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട 1 അവറിലെ ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഒരു മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. മൈനർ മീൻസ് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് തന്നെയാണ്. 50 മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് എന്നുള്ളൂ. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് ചിലപ്പോൾ പോയിട്ട് ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ വീണ്ടും കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഏരിയ വരെ ഈ ലെവൽ വരെ നമുക്ക് നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൊട്ട് താഴെയിട്ട് വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു എൻട്രി, ഇവിടെ നിന്ന് ബൈ എൻട്രി കിട്ടാൻ സാധ്യത ഈ ലെവൽ വരെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഈ ലെവൽ നോക്കിയാൽ കാണാം അവിടെ ഒരു FEG ഉള്ളതാണ്. ആ ഒരു FEG 50 മിനിറ്റ്സിന്റെ FEG ആണ്. എന്നിരുന്നാലും അവിടെ നിന്ന് ചിലപ്പോൾ ചെറിയൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടുന്ന് ഇറങ്ങാതെ ഇങ്ങനെ കുറച്ചു നേരം നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് വീണ്ടും പറഞ്ഞ പോലെ തന്നെ കുറച്ചു നേരം നിന്നിട്ടോ താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങുകയോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് ഒന്ന് മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ഔട്ട് തരികയോ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. തൽക്കാലം ഇന്ന് ഇവിടം വരെ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടം വരെ എത്താനുള്ള കപ്പാസിറ്റി ഇന്ന് മാർക്കറ്റിന് ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണ്. അതായത് 50 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നും നല്ല രീതിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഏരിയ ആണ് ഈ ലെവലും. ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതും ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ചിലപ്പോൾ ഒന്നൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യത ഉണ്ട്.
അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ മുകളിലേക്ക് തരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് സപ്പോർട്ട്, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്കൊക്കെ ആവാം. അതിന്റെ ഉള്ളിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് തന്നു പോയ ഏരിയ ആണ്. അപ്പൊ ഈ ഒരു മൈനർ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഉള്ള സാധ്യതയും കൂടി ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഒരുപക്ഷെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഏരിയാസിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലെവലൊക്കെയാണ്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതായത് അവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതാണ്. അപ്പൊ മാർക്കറ്റ് ഇവിടേക്കും എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി പൊതുവെ പറയുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത്, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ചെയ്യരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.